തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ശക്തികൾ എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു റീന ഫ്രം ഓസ്ട്രേലിയ അവിടെ എവിടെയും തൊടാതെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു. പല എന്തൊക്കെയോ പുതിയ പുതിയ ടേംസ് ഒക്കെ ഹവാന എന്നോ ഹവാല ഉണ്ടാകുന്നു. ഇപ്പൊ ഹവാന എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇലുമിനാറ്റി വന്ന പോലൊരു സാധനം ഇത്. ഈ ഇലുമിനാറ്റി പോലൊരു സാധനം ഏറ്റുപിടിച്ച ആൾക്കാർ ഇങ്ങനത്തെ എന്താ പറയാ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ടൈപ്പ് പ്രത്യേക ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് മറുനാടന്റെ കമന്റ്സിലുണ്ട്. മറുനാടന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ആ പ്രശ്നമുണ്ട്. അവർ കൂടുതലും വേണ്ടാത്തൊക്കെ വിശ്വസിക്കുകയും ആരെങ്കിലും പറ്റി അപവാദം പറഞ്ഞിട്ടാണെങ്കിൽ അവരെ നാറ്റിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെ ആയതുകൊണ്ടാണ് മറുനാടന്റെ ചാനലിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ അറിയാനൊന്നും പോകുന്നവരൊന്നും അല്ല. എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പിടിച്ചിട്ട് ഇങ്ങനൊരു ഒരാളെ കൊണ്ടുവന്ന് എനിക്ക് ഒത്തിരി പേര് അയച്ചു തന്നപ്പോൾ ഞാൻ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇത് കാണേണ്ട ആവശ്യമില്ല. ആദ്യം വന്നപ്പോൾ ഇത് എന്തോ കുഴപ്പമാണ്. ആ ടൈറ്റിൽ കണ്ടറിയാം. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഭയങ്കര ഇന്റർനാഷണൽ ആണെന്നൊക്കെ പറയാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാള്. അയ്യോ, ആ ടൈറ്റിൽ കണ്ടത്തിന് കാണത്തില്ല. നമുക്ക് കാര്യം മനസ്സിലാവും, ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ എഴുതി വിട്ടു, ഇതുപോലെ മെസ്സേജിന് റിപ്ലൈ ചെയ്തു, ഇതാണ് ഇങ്ങനെയാണ്. പക്ഷെ വീഡിയോ ഞാൻ ഇത് കുറെ പേര് അയച്ചു തന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുവാന്നേ, ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം. ഞാൻ വെറുതെ കമന്റ്സ് നോക്കിയപ്പോൾ ഒരുത്തം പോലും അതിനകത്തൊരു ബോധമുള്ളവരില്ല. 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം കമന്റ് വായിച്ചില്ല. എന്നാൽ 10-50 കമന്റ് വായിച്ചതിനകത്ത് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു മാനസിക പ്രശ്നമാണ്, ഇതുപോലത്തെ ഒരു കേസ് കണ്ടിട്ടുണ്ട് മുന്നേ. ഇതുപോലത്തെ ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ. ഇവര് മാത്രമല്ല, ഈ ഏലിയൻസുമായിട്ടൊക്കെ സംസാരിക്കും. ഇത് സീസോഫ്രേനിയയില് ഏതാന്നു, അയ്യോ അത് ആ സാധനം ഏതാന്ന് അതിന്റെ പേര്, അയ്യോ ആ പേര് പിന്നെ കിട്ടുമ്പോൾ ഓർത്ത് പറയാം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഏലിയൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് സംസാരിക്കും. അതുപോലെ തന്നെ സാറ്റലൈറ്റിൽ നിന്ന് മെസ്സേജ് കിട്ടും അവർക്ക്. അവർ പെട്ടെന്ന് റോഡിലൊക്കെ കിടന്ന് കളയും. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? എനിക്ക് ഒരാളെ പണ്ട് കൊച്ചിലെ ഞാൻ ഓർക്കുന്നുണ്ട്, ടൗണിൽ കൂടി ഇങ്ങനെ നടന്നു പോകും. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നിൽക്കും, അങ്ങനെ നിൽക്കും, സ്റ്റില്ലായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ നടന്നു പോകും. കുറച്ചേരം ചിലപ്പോൾ പുള്ളി ഒരിടത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, സ്റ്റാച്ചു നിൽക്കുന്നവർ നിന്ന് കളയും. എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും നേരവും സാറ്റലൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ പല കാര്യങ്ങൾ പറയും. ബോംബിടാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് നിലത്തൊക്കെ കിടക്കും, കമന്ന് കിടന്നിട്ട് ഇങ്ങനെ കിടക്കും. കുറേ നേരം കിടന്നു കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റിട്ട് അങ്ങ് പോകും. ആ ബോംബിനെ പറ്റി ചോദിച്ചാൽ പിന്നെ കൃത്യമായിട്ട് പറയണം നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. അയാൾ ജോലി ചെയ്യുന്നത് ഒരു മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അയാളുടെ പേര് എന്തോ ഒരു ആശ എന്നാണ് വിളിക്കുന്നത്. തിരുവല്ലയിലുള്ളതാണ്. ചിലപ്പോൾ അറിയായിരിക്കും, പലർക്കും പഴയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അയാൾ ബെൻസൊക്കെ റിപ്പയർ ചെയ്യുന്നത്, വലിയ വണ്ടികളുടെ. ഗൾഫിൽ എന്തോ ജോലി ചെയ്യാൻ, ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല. ഗൾഫിലാണോ, ദുബൈയിലോ സൗദിയിലോ കുവൈറ്റിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അത് അമേരിക്കയിലാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം, അത് ഈ പ്രശ്നം ഇങ്ങനെ കൂടി വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ഇവരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഓഫീസിലിരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട് അവരില്ലാത്ത കണ്ടു ഓടി, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവരുടെ പുറകെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നതിനൊക്കെ ഒന്നുമില്ല. സൈക്കാട്രിക് കേസ് അത്രേ ഉള്ളൂ. ഇവർ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇവർക്ക് നല്ലതായിരിക്കും. അല്ലാതെ ഇവരെയും പൊക്കി എടുത്തോണ്ട് നടന്ന് ഇനി ഇതിനെ അന്വേഷിക്കാനൊന്നും ഇവിടെ പോലീസൊന്നും പോകാൻ പോകുന്നില്ല. പോലീസുകാർക്കാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. അതിനടി കമന്റ്, പോലീസുകാർക്ക് ഇത് കേട്ടാൽ മനസ്സിലാകത്തില്ലെന്ന്, പൊട്ടന്മാരാന്നൊക്കെ. അങ്ങനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ നേരത്തെ അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും ഇത്. ഇങ്ങനെ ഹാലസിനേറ്റ് ചെയ്യുന്ന, അല്ല ഇത്തരം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരത്ര വിവരം കെട്ടവരൊന്നും അല്ല. അയാൾ പണി ചെയ്യുന്ന ആളുമാണ്. ഞാൻ പറഞ്ഞ ആൾ എന്നിട്ട് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് അയാൾ ഇതേപോലെ നല്ല മെക്കാനിക്കാണ്. അയാൾ പണി ചെയ്യുമ്പോൾ വലിയ കുഴപ്പം കാണത്തില്ല. അയാൾ പണിയൊക്കെ വൃത്തിക്ക് ചെയ്യും. പിന്നെ കുളി നനയൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ പണിയുടെ സമയത്ത് ചിലപ്പോൾ പുള്ളി അപ്പുറത്തോട്ടൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാം. ചിലപ്പോൾ തലയും കുത്തി നിന്നിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. അയാൾ പറയുന്നത് വേറൊക്കെയാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒത്തിരി പേർക്ക് അനുഭവമുള്ള കാര്യമായിരിക്കാം, അറിയാവുന്നവർക്ക് കേട്ടോ. സൈക്കാട്രിക് ഒരു ഡോക്ടറോ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം എനിക്ക് ഇവരുടെ രോഗം പേരൊന്നും പറയാനുള്ള ഇതൊന്നും ഇല്ല. അത് അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ സീസോഫ്രേനിയ, കാറ്ററ്റോണിക് സീസോഫ്രേനിയ എന്ന് അതിന്റെ പേര്. പച്ച തുപ്പല് തീർച്ച് കാറ്ററ്റോണിക് സീസോഫ്രേനിയ എന്നാണ് മറ്റേ സാധനത്തിന്റെ പേര് കേട്ടോ. അതുപോലെ വല്ലതാണോ ഇതെന്ന് അറിയില്ല. അതുപോലെ അല്ല, അതാണ് ഒരിടത്ത് നിൽക്കത്തേ ഉള്ളൂ, ഓടത്തൊന്നും ഇല്ല. അവർ പെട്ടെന്നൊരു പോസ്റ്ററിൽ നിന്ന് സ്റ്റില്ലായി പോകും. എന്നിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്യും. ബോംബ് വീഴാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഏലിയൻസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കിടക്കുന്നത്. നിലത്തെ കിടന്നു, നടു റോഡിലൊക്കെ ചിലപ്പോൾ കിടന്നു കളയും. അതാണ് അതിന്റെ അപകടം, ആ രോഗത്തിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആള് എന്താ പറയാ, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതല്ല. അതിനടിയിൽ പോയിട്ട് ഇതേപോലെ കോൺസ്പിറൻസി, മറ്റേ കുറെ വാക്കുകൾ, പിന്നെന്തോ ഹവാന, M64, K29 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഇവർ വായിച്ച് ഇവർക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ട്. ഇവർ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു കാണും. അപ്പൊ മറ്റേ ഈ പറഞ്ഞ നമുക്കിനി യാത്ര ചെയ്ത് പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ ചവിട്ടിക്കൊണ്ട് പോകുന്ന ഏതെങ്കിലും കിണ്ടിയോ വണ്ടിയോ ഒക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ പുറകിലോട്ട് പോയാൽ ചിലപ്പോൾ കുട്ടിക്കാലം പോലുള്ള ചില കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇവർക്ക് ഇതിനു മുമ്പും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി കാണും. പക്ഷേ ഇത് പ്രായം കൂടുമ്പോൾ കുറച്ചും കൂടി വഷളാവും. ചെറുപ്പത്തിൽ അത്ര കാണത്തില്ല. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി എന്നളവും.
അത് കഴിഞ്ഞ് പിന്നെ ഒരു 20-25 വയസ്സാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇത് 30 കഴിഞ്ഞ് 35 കഴിയുമ്പോൾ ഇത് സിവിയർ ആവും. ഏതൊരു അസുഖത്തെയും പോലെ തന്നെ മാനസികമായിട്ടുള്ള രോഗങ്ങളും കാലക്രമേണ വഷളാവാറുണ്ട്. ചിലത് കുറച്ച് കുറയാറുണ്ട്, എന്നാലും മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ചിലർക്കത് കുറച്ചൊരു പ്രായം ചെല്ലുന്നതിനനുസരിച്ച് മാറുകയല്ല, കുറച്ച് കുറയും. മനസ്സിലായി, സിവിയറിറ്റി കുറയും. ചിലപ്പോൾ എന്തോ എങ്ങനെയൊക്കെ ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി വ്യക്തമായിട്ട് ചിലപ്പോൾ മെഡിക്കൽ സയൻസ് പോലും പറയുന്നുണ്ടാകത്തില്ല. പക്ഷേ കാണുന്നത് അറിയുന്നത് എങ്ങനെയാണെന്ന് പറയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവരും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ചികിത്സയില്ല. ഈ രോഗത്തിന് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചുമില്ല കൂടുതൽ. അങ്ങനെ തപ്പിച്ചകഞ്ഞ് എന്ന് ഇവരുടെ അതൊന്നും നടത്തേണ്ട ആൾ ഞാൻ അല്ലാത്തതുകൊണ്ടാകട്ടെ ചെയ്യാത്ത. പിന്നെ ഇത് കണ്ടാൽ മനസ്സിലാകുന്നത് ഒരു പ്രശ്നമുള്ള ആൾ തന്നെയാണ് അയാൾ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ എവിടെയും തൊടാത്ത കാര്യങ്ങളും ഇതിന് ബന്ധപ്പെടാത്ത രീതിയിലുള്ള സംസാരവും പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വേറെ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ അറിയാവുന്നവരാണ് പോയി നിൽക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇതല്ല, ഇവർ ഇത്തിരി ഒരു കണ്ടന്റ് കിട്ടുമ്പോൾ ഇവിടെയുള്ള മണ്ടന്മാരെ ഒന്ന് പറ്റിച്ചേക്കാന്ന് കരുതി മറുനാടൻ ചാനലിൽ വരുന്ന ടൈപ്പ് ഒരു കണ്ടന്റ്. മറുനാടിന് മാത്രമേ വന്നുള്ളൂ, അതാ രസം. ഇത്രയും വലിയ കോൺസ്പിറസി തിയറി ഒക്കെ ആയിട്ട് വന്നിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന സ്ത്രീയെ ഇതുവരെ വേറെ ആരും പിടിച്ചില്ല. പിടിച്ചു കഴിഞ്ഞാൽ അവരെ ആരും ട്രീറ്റ് ചെയ്യാനായിട്ട് പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. അധികം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അവർ പറയാം സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ അസുഖമേ ഇല്ല, അതൊരാളുടെ പേരാണ്, ആ പേര് ഇവിടെ കൊണ്ട് വെച്ചത് വേറൊരാളാണ് എന്നൊക്കെ പറയുമ്പോഴേ കഷ്ടം തോന്നും. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു രോഗമില്ല. എന്നാൽ വേണ്ട വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടം. അങ്ങനത്തെ രോഗാവസ്ഥ ഒരാളെ കാണുക, ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് എന്തോ ഒരു കണ്ടീഷൻ മോശമാണ്. അബ്നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ബിഹേവിയർ തന്നെയാണ്. ഒരാൾ ഇത് മൂത്തിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നു, അതൊരു അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് തോന്നില്ലേ? അല്ലേ വേണ്ട. റെയിൽവേ ട്രാക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാം. അല്ലെങ്കിൽ ഈ വേസ്റ്റ് കിടക്കുന്നിടത്ത് വേസ്റ്റ് വാരി തിന്നുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നല്ല ഫുഡ് കൊടുത്താലൊന്നും അവർക്ക് അറിയത്തൊന്നുമില്ല. അവർ വേസ്റ്റ് നിലത്തുനിന്നൊക്കെ വാരി തിന്നും. അതും ഒരു മാനസിക നില തെറ്റിയ മനുഷ്യനാണ്. അങ്ങനെ ഒത്തിരി പേര് ഒരുപാട് ദിവസങ്ങൾ കുളിക്കാതെ ഇങ്ങനെ പിച്ചുമയം പറഞ്ഞ് നടക്കുന്നു. കണ്ടാൽ ആളുകളെ തിരിച്ചറിയുന്നില്ല, സ്വന്തം അപ്പനെയോ അമ്മയോ ആരെയും തിരിച്ചറിയത്തില്ല, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്. ഇതൊന്നും ഇല്ല. അവരേതോ പേരിന്റെ ആ പേര് ഇങ്ങനെ ഇട്ടാണെന്നൊക്കെ പറയുന്ന തരം മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് അത് തന്നെ പറയുമ്പോൾ ഏകദേശം ഒരുമാതിരി ഒട്ടും മനസ്സിലാകാത്തവർ ഇത്തിരി ഈ മറ്റേ ഈ ഇന്റർനാഷണൽ മറ്റേ എന്താ പറഞ്ഞാൽ ഹവാനെ പറ്റി ഒന്നും ആരും അറിയണ്ട, അന്വേഷിക്കുകയും വേണ്ട കേട്ടോ, ഒരു കാര്യമില്ല. അപ്പൊ അതിനെപ്പറ്റി ഒന്നും അറിയണ്ട, അന്വേഷിക്കുകയും വേണ്ട. എങ്കിൽ പോലും ഈ ഒരു ഏരിയ വരുമ്പോൾ ഇവരുടെ അറിവില്ലായ്മയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും പിന്നെ അത് കണ്ടിട്ട് കമന്റ്സാ കാണണ്ട. അയ്യോ പാവങ്ങള്, ഇവിടെ കുറെ ആൾക്കാർ ഇരുന്നോണ്ട് ഇതിനെയൊക്കെ കമന്റ് അടിച്ചിട്ടാ ഉള്ളതാ. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ പിന്നെ അതേ പ്രോഡക്റ്റിന്റെ പരസ്യം ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട്. അത് കണ്ടില്ലേ, അത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനാണ് എന്നൊക്കെയുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് ഇത് അങ്ങനെ അല്ലാതായിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഉദ്ദേശം ഏതാ? ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇത് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ പ്രൊഫൈൽസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കമ്പനിയാണത്. നമ്മളിപ്പോൾ ചെയ്താൽ എങ്ങനെയാണ് അത് ഇതിനകത്ത് ആഡ് കൊടുത്തിട്ടുള്ളവർക്ക് അറിയാം. എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൽഗോരിതം നമ്മളോട് പറയും ഏത് ടൈപ്പ് ആൾക്കാരെയാണ് വേണ്ടത്. ഓക്കെ, ഇന്ന വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനകത്ത് ഫേസ്ബുക്കിൽ മറ്റേ വാർത്തകളിലും വീഡിയോയിലും മാത്രമല്ല നടക്കുന്നത്. ബിസിനസിന് വേണ്ടി കൂടെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു സാധനം, ബിസിനസ് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തേക്കുക. ഇതിനകത്ത് ഈ മാർക്കറ്റ് പ്ലേസ് അല്ലാതെ തന്നെ ബിസിനസ് പ്രൊഫൈൽസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് പലതും ചെയ്തുകൊണ്ടിരിക്കാം. മാർക്കറ്റിംഗ് ഏറ്റവും ഈസി ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ നടക്കുന്നത് ഫേസ്ബുക്കിലാണ്, പ്രത്യേകിച്ച് ഓൺലൈൻ എന്തെങ്കിലും പ്രോഡക്ട്സ് ആണെങ്കിൽ. അപ്പൊ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഇവരൊക്കെ പറയുക, അയ്യോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരും. പിന്നെ ഫ്രണ്ട്സ് സജഷൻസ് പോലും അങ്ങനെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തോട്ട് തന്നെ പൊക്കോട്ടെ, അല്ലാതെ താല്പര്യമില്ലാത്തെല്ലാം പോയി കണ്ടിട്ട് അവിടെ എല്ലാം കിടന്ന് അലമ്പല്ലേ നിന്മാർ. ഇപ്പൊ എന്റെ വീഡിയോ എന്തിനാ ആവശ്യമില്ലാതെ കാണുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ആദ്യം ഇമാർ ഇതിന് കാണായിരുന്നു ഇവിടെ, എന്നിട്ട് വന്നിരുന്ന് തെറിയും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്നവരുടെ മുന്നിൽ പോകാതിരിക്കുന്ന നല്ലത് അല്ലേ? ശരിയല്ലേ? ആ സിസ്റ്റം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് എന്തെങ്കിലും താല്പര്യമുള്ള പ്രോഡക്റ്റ് ഒന്ന് നെക്കി വിടുക, പിന്നെ നോക്കുമ്പോൾ ചറുവറ ഇതുപോലെ പല സാധനങ്ങൾ നമ്മളെ മുന്നിൽ വരും. വല്ല മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പിന്നെ മേടിക്കേണ്ട സാധനം പിന്നെ എങ്ങനെ അറിയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടാൽ മേടിക്കേണ്ട ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ തെറ്റിപ്പോവാറുണ്ട്, അത് തെറ്റുന്നുണ്ട്. അതിപ്പോൾ കടയിൽ പോയാലും പല സ്ഥലത്തും എന്തെല്ലാം തേപ്പ കിട്ടിയേക്കുന്ന എല്ലാവർക്കും കിട്ടുന്നില്ല. ഇത് എവിടെയാണ് നടക്കാത്ത? പിന്നെ നേരിട്ട് അങ്ങോട്ട് ഒന്ന് മേടിച്ചാണ്ട് കറക്റ്റായിട്ട് അങ്ങ് എടുക്കും. അതങ്ങനെ കിട്ടത്തൊന്നുമില്ല. ചിലപ്പോൾ പല പ്രോഡക്ട്സ് മനസ്സിലാകത്തില്ല നമുക്ക്. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്ന് ക്ലിക്ക് ചെയ്തങ്ങ് വിടണം. അപ്പോൾ കാണാൻ സിമിലർ പ്രോഡക്ട്സ് കുറേ ചാടി വരും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ആദ്യം ഒന്ന് ചെറുത് വരും, പിന്നെ ഒന്ന് വലുത് വരും, പിന്നെ അതിനേക്കാൾ കൂടി വരും. അങ്ങനെ പലതും കാണിക്കും. മനസ്സിലായി? പല വിലയുടെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലതാ, അല്ല അതെങ്ങനെ മോശമാകുന്നേ? ഈ പൊട്ടന്മാരെ എന്തോ ചെയ്യണ്ടേ? ഇവന്മാർക്ക് അറിയത്തില്ല ഇവന്മാരെന്തോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അതിന് വേണ്ടി കൂടെ ഉള്ളതാടേ. അത് കൊള്ളാം. ഇപ്പോൾ ഒരു ഫുട്ബോൾ മേടിച്ചിട്ട് അത് നിലത്തിടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, ബൗൺസ് ചെയ്യത്തില്ലേ? ഒരു പന്തെറിഞ്ഞാൽ ബൗൺസ് ചെയ്യും. അല്ലെ പിന്നെ അത് പന്തല്ല, വല്ല കട്ടയായിരിക്കും, സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാനും പറ്റത്തില്ല. നിനക്കെല്ലാം ഉരുണ്ടിരിക്കുന്ന സാധനം എല്ലാം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഉരുട്ടണമെന്നല്ല. അല്ല വേണ്ട. ഉരുണ്ടിരിക്കുന്നതെല്ലാം ബോളാണ് എന്ന് കരുതി കോൺക്രീറ്റിന്റെ ഉണ്ട എടുത്തിട്ട്
അതേ തൊഴിച്ചിട്ട് കാലൊടിഞ്ഞിട്ട് പറയുക കണ്ടോ ഈ ബോൾ ശരിയല്ലെന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നതിന്റെ വ്യത്യാസം എന്തുവാന്ന്? അല്ലേ, ഫുട്ബോൾ പോലും പൊങ്ങി ചാടുന്നില്ലെന്ന് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട്. അതുപോലത്തെ ഒരു മുടന്തം പരിപാടി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ അൽഗോരിതമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന അല്ലെ അത്രയും സാധനങ്ങളെ കണ്ട് മനസ്സിലാവാതെ ഓരോന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ തൊട്ടാൽ അങ്ങനെ ഇരിക്കും, ഇൻസ്റ്റയിൽ തൊട്ടാൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതുകൊണ്ട് ഗുണമില്ലേ? ഇമാർ ഓരോ പൊട്ടത്തിന് പറയുന്നതാണ്. എന്തൊരു മണ്ടന്മാരാണ് ഈ നാട്ടിലുള്ള ഇങ്ങനത്തെ പൊട്ടന്മാർ. പ്രത്യേകം പൊട്ടത്തര ഇത്. അവന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവൻ പറയത്തില്ല അവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നതെന്ന്. അതാ കാണണ്ടാത്തത്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നെ തപ്പിയെടുത്ത് നല്ല രീതിയിൽ പോയാൽ നല്ല കാണാൻ പറ്റും. അല്ലാതെ ഈ ലൊടുക്കൊക്കെ കാണാൻ താല്പര്യമെങ്കിൽ അവനെ പിടിച്ച് നല്ല കാണിച്ചിട്ട് കാര്യമില്ലെന്ന് ഫേസ്ബുക്കിന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവര് അതിന് നിന്നില്ല. അല്ലേ? ഈ മറ്റേ എന്താ പറയുക അട്ടയെ പിടിച്ച് വെത്തേ കിടത്താനൊന്നും അവർ തയ്യാറല്ല. അവർക്കറിയാം അട്ട വെത്തേ കിടക്കേണ്ട സാധനം അല്ലെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന നല്ല രീതിയിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പണിയെടുത്തിട്ടുണ്ടാക്കിയ സാധനം തന്നെയാണ്. അതിന് സയന്റിസ്റ്റുകൾ തന്നെയാണ് അതിന്റെ ബാക്കിൽ. അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന പിള്ളേർ അവിടെ ഇവിടെ ഇരുന്നുണ്ടാക്കുന്ന പോലത്തെ സാധനമൊന്നും നല്ലത്. അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ ഇരുന്നുണ്ട്. എന്തോരം പണി നടക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. എല്ലാത്തിനും ഇത്രയും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ചുമ്മാ വാ. അപ്പോൾ അതിന് അവരുടെ പൈസ ഉണ്ടാക്കും, പല പ്രോഡക്റ്റ്സ് അവർ കൊണ്ട് മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് അറിയാത്തവന്മാർ കിടന്നുകൊണ്ട് ആ പെണ്ണും പിള്ള രണ്ടുപേരൊക്കെ പറഞ്ഞാൽ റീന എന്ന പേര്, റീന അലക്സ്, ഇത് വേറെന്തോ റീന. ഈ റീന എന്ന് പേരുള്ള ഒരു മൊത്തത്തിൽ എന്തോ പ്രശ്നത്തിലാണല്ലോ. ഒരാൾ ഇസ്രായേലിൽ, ഒരാൾ ഓസ്ട്രേലിയയിൽ, അവർ പറയുന്ന അമേരിക്കയിലൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ ആൾക്കാർ. ഇതേ അവസ്ഥയുള്ള ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം കുറച്ച് പേരെ. എനിക്കൊരു കൂട്ടുകാരനുണ്ടാകും. ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന അല്ലാതെ അന്തവും കുന്തവും ഒന്നുമില്ല. കുറച്ചൊക്കെ ആറാടണ്ണൻ ഫിലോസഫിയൊക്കെ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. ആറാടണ്ണൻ ഫിലോസഫി പറയും. അപ്പോൾ ആറാടണ്ണൻ പലയിടത്തും കണക്ഷൻ കട്ടായി പോകും. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഒന്നിനും തമ്മിൽ ബന്ധങ്ങളില്ലാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുള്ളി എന്തീ പറയുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിച്ചു പോകും. മനസ്സിലായോ? അത് പുള്ളിയുടെ നിങ്ങൾ ആ ഇന്റലക്ച്വൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്ന ഈ സൈക്കോളജി പോട്ടെ, ഫിലോസഫി റിലേറ്റഡ് ചില സബ്ജക്ട്സ് പുള്ളി അങ്ങ് പറഞ്ഞു കളയിരുന്ന്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നല്ല, ദൈവം ഇല്ല ദൈവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുതരം അങ്ങനെയല്ല. മനസ്സിലായോ? അതൊക്കെ പറയാൻ ഇവിടെ ആർക്കും പറ്റും. അതിന് ഫിലോസഫറും സൈക്കോളജിസ്റ്റും സയന്റിസ്റ്റും ഒന്നും വേണ്ട. അങ്ങനെ ഇരുന്ന് അവിടെ ഇവിടെ തൊടാത്ത വർത്താനം വേണ്ടെന്നേ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അവിടെ നിൽക്കണം പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് അങ്ങ് നിൽക്കണം. അത് രണ്ടിലൊന്നും മതി. അല്ലാതെ ഇതൊന്നും പറയാം ഉണ്ടാവും. അല്ല അതുണ്ടോ ഇതുണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല ഇതും ഇല്ലെന്ന് പറയും. അല്ലെ അത് രണ്ടും ഉണ്ടെന്ന് പറയും. തെളിവില്ലെന്ന് പറയും, തെളിവ് വേണ്ടെന്ന് പറയും. എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? ആ പുള്ളിയുടെ അത്രയും ടോക്ക് കേട്ടാ അറിയാം. പിന്നെ കുറെ അതിനകത്തുകൊണ്ട് ഇങ്ങനത്തെ വാക്കുകൾ എംപറിക്കൽ, പിന്നെ വേറെ എന്തൊക്കെ പറയും പുള്ളി. അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ ഈ സാധാരണക്കാരൻ്റെ വിചാരം അതെന്തോ വേറെന്തോ സാധനം, അവന് കാര്യങ്ങളൊക്കെ അറിയാം, കുറെ ടേംസ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എനിക്കും പറ്റും. അയ്യോ ഭയങ്കരം ഓരോരോ അവസ്ഥകൾ. എന്നാൽ ഇത് കൊള്ളാം കേട്ടോ. മറുനാടിനെ പോലത്തെ ആൾക്കാർ. ഇതാണ് ഈ മാധ്യമങ്ങൾ, ഒരു മാധ്യമം അല്ലെ മഞ്ഞ മാധ്യമം എന്ന് പറയുന്ന സാധനം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവർ അവിടെ ചെന്ന് കയറി ഇരുന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ കമന്റ് പഠിച്ച് ഇതൊക്കെ വിശ്വസിച്ച് കുറേ നേരം ഇരുന്ന് നേരത്തെ ഈ മറ്റേ മോഹനം വൈദ്യരും മറ്റേ അവൻ്റെ ഒരു വടക്കാഞ്ചേരി ഇങ്ങനത്തെ ആൾക്കാരുടെ റേഞ്ചിലേക്ക് വേറെ സാധനം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ചും കൂടി മറ്റേത് കലക്കിയിട്ടുണ്ട്. ഏതാ കുറെ ടേംസ് അല്ലെങ്കിൽ കുറെ പഴയ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയോ വായിച്ചതും എല്ലാം കൂടെ കയറ്റി പ്രാന്തായിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്ന ഈ കാണുന്നേ ആവശ്യമില്ലാത്തൊക്കെ പോയി വായിച്ചിട്ട് അതിപ്പോൾ കൊണ്ടുവന്ന് ഇറക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അത് ഇതും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇവിടെ ബാക്കിയുള്ളവരെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. ഇവിടെ ആരെയും ഫോളോ ചെയ്തില്ല. നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ചിലർക്കുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്യാട്രിക് കൺസൾട്ടേഷൻ വെക്കുക. സൈക്കോളജിസ്റ്റ് നടക്കത്തില്ല, ഇങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതല്ല കണ്ടീഷൻ. നടക്കുന്നുണ്ടെന്ന് തോന്നുക, ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കേട്ടോ പെട്ടെന്ന് തന്നെ സൈക്യാട്രിസ്റ്റിനെ ഒരു അടുത്തുള്ള നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഈ കണ്ടീഷൻ പറയുക, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒറിജിനൽ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ട് അവരെ കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ മതി. കാണിക്കാതിരിക്കരുത്. കാരണം അവർ ചിലപ്പോൾ നേരെ മോളിൽ നിന്നിട്ട് പറയും താഴെ നിന്ന് ഒരാൾ വിളിക്കുന്നു, അല്ല താഴോട്ട് ചാടി വെള്ളമാണ്, മുഴുവൻ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം പൊങ്ങി ഏകദേശം ഈ ലെവൽ വരെ എത്തി, അപ്പോൾ പുറയുന്നൊരു തിരമാല വരുന്നത് കണ്ട് പേടിച്ചിട്ട് ചാടിയാണെന്ന് പറയുമ്പോൾ അവിടെ വെള്ളമൊന്നും കാണത്തില്ല. മനസ്സിലായി? നേരെ താഴെ വന്ന് വീഴും. അങ്ങനെ അതാണ് എൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അമ്പാനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ഏതായാലും മറുനാടൻ കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ ഓരോ പരിപാടി എടുത്തുകൊണ്ട് ഇറങ്ങി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികൾ നടത്തി ഒരു തരത്തിലും ഒരു ഇൻഫർമേഷനും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ പന്നെ ഒരു വീഡിയോ ഇട്ട് ഇവിടെയുള്ള പാവങ്ങൾ വിവരമില്ലാത്തവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥ ഉണ്ടാക്കി ഇങ്ങനെയുള്ളവർ വരുമ്പോൾ അതും ഇതൊക്കെ കയറ്റി വിട്ട് നശിപ്പിക്കൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും റീനയാലും നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന തീരെ ബോധമില്ലാത്ത ആൾക്കാരെ പറ്റിക്കുന്നൊരു ഒരു